Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. Salman deposit ₹1000 every month in a recurring deposit account for 2 years. If he receives ₹26,000 on maturity, then find the first part the total interest Salman earns. Second part the rate of interest. ഇത് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് പി തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ്? ₹1000 അല്ലെ, എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് പി എന്ന് പറയുന്നത്. ദെൻ എൻ എന്ന് പറയുന്നത് 2 years എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? മന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ മന്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 24 months എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്താ തന്നിട്ടുള്ളത്? 26,000 എന്ന് പറഞ്ഞേക്കുന്നത് മെച്യൂരിറ്റി വാല്യൂ ആണ്. സോ ₹26,000 ആണ് മെച്യൂരിറ്റി വാല്യൂ. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് കാണാനായിട്ട് നമുക്ക് നോക്കിക്കുക, ഇതിൽ ഏത് ഫോർമുലയാണ് ബെറ്റർ എന്ന് നോക്കുക. നമുക്ക് സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുലയിൽ ഐ കണ്ടുപിടിക്കായിരുന്നു. അപ്പൊ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് ഫോർമുല വേണം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട്. സോ എം ബി ഈക്വൽ ടു എന്ത് വരും? എം ബി ഈക്വൽ ടു എന്താ കിട്ടുക? എം ബിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 26,000 ഈക്വൽ ടു പി 1000 ആണ്. എൻ എന്ന് പറയുന്നത് 24 ആണ് പ്ലസ് ഐ. സോ 26,000 ഈക്വൽ ടു 24,000 പ്ലസ് ഐ എന്ന് വരും. ദെർഫോർ ഐയുടെ വാല്യൂ എന്താ? 26,000ന്റെയും 24,000ന്റെയും ഡിഫറൻസ് ആണ് അല്ലെ, ദാറ്റ് ഈസ് 2,000. സോ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആയല്ലോ. നമുക്ക് സെക്കൻഡ് പാർട്ടിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനായിട്ട് നമ്മൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്യണം? സെക്കൻഡ് ഫോർമുല വേണം അപ്ലൈ ചെയ്യാൻ. ആറുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ഫോർമുല നമുക്ക് നമ്മുടെ ഈ പേജിലോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്തുവരെ നോക്കിക്കേ, നമുക്ക് ആറാണ് കാണേണ്ടത്. ഐ നമുക്ക് കിട്ടി 2000. പി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1000 ആയിരുന്നു അല്ലെ. ദെൻ എൻ എന്ന് പറയുന്നത് 24 ഇൻറ്റു ആർ ഇൻറ്റു 24 പ്ലസ് 1 25 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു 100. ഇനി ക്യാൻസലേഷൻ ഒക്കെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ 00 കട്ടായി. ദെൻ 12 24 2 ടൈംസ്. ദെൻ 2 കട്ടായി. ഇനി ബാലൻസ് ഇവിടെ ഒരു 10 ഉണ്ട്, 25 ഉണ്ട്, 6 ഉണ്ട്. സോ 2000 ഈക്വൽ ടു 10 ഇൻറ്റു 25 ഇൻറ്റു ആർ. സോ ആർ ഈക്വൽ ടു എന്ത് വരും നോക്കിക്കേ? 2000 ഡിവൈഡഡ് ബൈ 250. സോ സീറോസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 200 ഡിവൈഡഡ് ബൈ 25. 200 ഡിവൈഡ് ബൈ 25 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് അല്ലേ. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 8% എന്ന് കിട്ടും. അപ്പൊ രണ്ട് ഫോർമുലാസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ട് ഫോർമുലാസ് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ദെൻ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.